പ്രിയമുള്ളവരെ, സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം, ഇതുമായി ബന്ധപ്പെട്ട് 3 ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിന്ന് ചെയ്യുവാനായി പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഒരു കാർ അതിൻ്റെ യാത്രയുടെ ആദ്യ പകുതി 60 km/h വേഗതയിലും ബാക്കി പകുതി 90 km/h വേഗതയിലും സഞ്ചരിച്ചാൽ കാറിൻ്റെ ശരാശരി വേഗത, ആവറേജ് സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയുടെ ദൂരം തുല്യമാണ്. അതായത് ആദ്യ പകുതി എത്രയാണോ അത് തന്നെയാണ് രണ്ടാമത്തെ പകുതി. അതായത് അങ്ങോട്ടുള്ള ദൂരവും ഇങ്ങോട്ടുള്ള ദൂരവും എപ്പോഴും തുല്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകാനായിട്ട് 60 km വേഗതയിൽ പോയെന്ന് വിചാരിക്കുക. എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് അതേ പാതയിലൂടെ 90 km വേഗതയിൽ സഞ്ചരിക്കുന്നു. ഇപ്പോൾ രണ്ട് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദൂരം തുല്യമാണ്. അപ്പോൾ ദൂരം തുല്യമാകുകയും വേഗത, സ്പീഡ് ഡിഫറൻ്റ് ആകുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഡിഫറൻ്റ് ആകുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം എങ്ങനെ ചെയ്യാം എന്ന് നോക്കും. നമുക്ക് ആദ്യം ആ വേഗതകൾ ഒന്ന് എഴുതാം. ആദ്യത്തെ വേഗത എന്ന് പറയുന്നത് 60 km/h അല്ലേ. രണ്ടാമത്തെ വേഗത എത്രയാണ്? 90 km/h വേഗത അല്ലേ. 60, 90. ഇത് കാണുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക, ഈ 60ൻ്റെയും 90ൻ്റെയും LCM കണ്ടുപിടിക്കുക, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എത്ര നമ്പറുകളാണ് തന്നിരിക്കുന്നത്, അതിൽ ഏറ്റവും വലിയ നമ്പറുകൾ എടുക്കും. ഇവിടെ 90 അല്ലേ വലുത്. ഇപ്പോൾ 90ൽ ഈ 60യുടെ ടേബിളിൽ 90 വരുമോ? ഇല്ല. അപ്പോൾ നമുക്ക് 90യുടെ 2 ടൈംസ്, അതായത് 90യുടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 90യുടെ 2 ടൈംസ് എന്ന് പറയുന്നത് എത്രയാണ്? 180 അല്ലേ. ഈ 180യിൽ നോക്കുക, 60യുടെ ടേബിളിൽ 180 വരുമോ? വരുമല്ലോ. എത്ര പ്രാവശ്യമാണ്? 3 അല്ലേ. 60 × 3 എന്ന് പറയുന്നത് 180 അല്ലേ. 90യുടെ ടേബിളിൽ 180 വരുമോ? യെസ്, 90 × 2 ആണ് 180. ഓക്കെ, നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ 180 LCM നമ്മൾ ന്യൂമറേറ്ററായിട്ട് എഴുതും, ഡിനോമിനേറ്ററായിട്ട് 3ഉം 2ഉം കൂടെ ആഡ് ചെയ്യും. 3 + 2 എന്ന് പറയുന്നത് 5 ആണ്. പിന്നീട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആദ്യ പകുതി രണ്ടാമത്തെ പകുതി, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ദൂരം ഇങ്ങോട്ടുള്ള ദൂരം. അങ്ങനെയാണ് തരുന്നതെങ്കിൽ അങ്ങോട്ട് ഉള്ള ദൂരവും ഇങ്ങോട്ടുള്ള ദൂരവും തുല്യമായിരിക്കും. അല്ലെങ്കിൽ ആദ്യത്തെ പകുതി ദൂരം എത്രയാണോ അത്രയും തന്നെ ആയിരിക്കും രണ്ടാമത്തെ പകുതി ദൂരവും. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ നമ്മളിതിനെ അതായത് ആദ്യത്തെ പകുതി രണ്ടാമത്തെ പകുതി, ഇപ്പോൾ 2 പകുതികളിലെ നമ്മൾ ഈ 2 കൊണ്ട് കൂടെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഇനി നിങ്ങൾ നോക്കുക, ഇപ്പോൾ 180 × 5 × 2 അല്ലേ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ള മാർഗ്ഗം അറിയാമല്ലോ. ഈ 0യിൽ അവസാനിക്കുന്ന സംഖ്യകളാണെങ്കിൽ ഈ ലാസ്റ്റ് 0 അങ്ങ് ഉപേക്ഷിക്കുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള കാര്യമാണ് പറയുന്നത്. 180 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ആ 0 ഒന്ന് മാറ്റിക്കളയാം. 0 ഇല്ല എന്ന് വിചാരിക്കുക. പിന്നെ എഴുതുന്നുണ്ട് 18 അല്ലേ. ഈ 18നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 18നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 18 × 18 36. അതായത് 180യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 36 ആയിരിക്കും കിട്ടുക, × 2. 36 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 72. അതായത് നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ കാറിൻ്റെ ശരാശരി വേഗത, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 72 km/h ആയിരിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്കൊന്ന് കടന്നാലോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. എന്താണ്? ഒരു കാറിൻ്റെ ചക്രം 12 പ്രാവശ്യം കറങ്ങുമ്പോൾ 40 മീറ്റർ സഞ്ചരിക്കും എങ്കിൽ 3 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര പ്രാവശ്യം കറങ്ങണം? നിങ്ങൾ നോക്കുക, എത്ര മീറ്ററാണ്? 40 മീറ്റർ അല്ലേ. 40 മീറ്റർ കറങ്ങുവാനായിട്ട്, അല്ലെങ്കിൽ 40 മീറ്റർ സഞ്ചരിക്കുമ്പോൾ 12 പ്രാവശ്യം കറങ്ങുന്നു. നമുക്ക് 12 കൂടി എഴുതാം. 40 മീറ്റർ സഞ്ചരിക്കുമ്പോൾ 12 പ്രാവശ്യം ചക്രങ്ങൾ കറങ്ങുന്നു.
നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ 3 കിലോമീറ്റർ. ഈ 3 കിലോമീറ്ററിനെ നമുക്ക് മീറ്ററാക്കി മാറ്റണ്ടേ. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്ററാണ്. അപ്പോൾ 3 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3000 മീറ്റർ. അപ്പോൾ നമ്മൾ 3 കിലോമീറ്റർ എന്നല്ല ഇവിടെ എഴുതുക, ഇതിന് നമ്മൾ 3000 മീറ്റർ, ഇത് 40 മീറ്റർ. അപ്പോൾ 3000 മീറ്റർ സഞ്ചരിക്കുമ്പോൾ ചക്രം എത്ര പ്രാവശ്യം കറങ്ങും എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 3000 ഇൻറ്റു 12, 3000 ഇൻറ്റു 12 ബൈ 40 അല്ലേ. ഇത് ഈ സീറോയും ക്യാൻസൽ ആകുമല്ലോ. ഈ 12ഉം 4ഉം കൂടെ കട്ട് ചെയ്താൽ നമുക്ക് 3 കിട്ടത്തില്ലേ, റൈറ്റ്. അപ്പോൾ ഇവിടെ ഒരു 300 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പോൾ 300 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 900. അതായത് 3 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ചക്രം എത്ര പ്രാവശ്യം കറങ്ങും? 900 ടൈംസ് കറങ്ങും എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മുടെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇത് നോക്കാം നമുക്ക്. എന്താണ്? 126 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന 210 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഒരു പോസ്റ്റിൽ കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര? ഇവിടെ നമ്മൾ നോക്കേണ്ടത് യൂണിറ്റുകൾ എപ്പോഴും സെയിം ആയിരിക്കണം. ഇത് മീറ്ററിലാണ്, ഇത് കിലോമീറ്ററിലാണ് അല്ലേ. നമുക്കറിയാലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് സമയമല്ലേ, അതായത് ടൈമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നും ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? T = ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ. ഇതാണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുക. ഇവിടെ നോക്കുക, നമുക്കൊന്ന് എഴുതാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ട്രെയിനിൻ്റെ നീളം തന്നെയാണ് ഡിസ്റ്റൻസ്. അത് എത്രയാണ്? 210 മീറ്ററാണ്. ഈ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 126 km/h അല്ലേ. 126 km/h. ഇതിന് നമുക്ക് എന്തായിട്ട് മാറ്റണം? ഇതിന് നമുക്ക് മീറ്റർ/സെക്കൻഡ് ആയിട്ട് മാറ്റണം. km/h മീറ്റർ/സെക്കൻഡ് ആക്കാനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതെങ്ങനെയാണ് കിട്ടിയതെന്നുള്ള ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അപ്പോൾ 126 km/h മീറ്റർ/സെക്കൻഡ് ആക്കാനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നോക്കുക, 18നെയും 126നെയും കട്ട് ചെയ്യാനായിട്ട് പറ്റും. എത്ര ഉണ്ടായിരിക്കും? നമുക്ക് നോക്കാം. 18 × 6. 18 × 6 എത്രയാണ് നോക്കാം. 8 × 6 48, 4, 6 + 4 108, 126 ആണല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ 18നെ 7 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താലോ. 8 6 56, 6 5 റിമൈൻഡ് 7 7 + 5 12 അല്ലേ. എത്ര കിട്ടി? 126. അപ്പോൾ 126 അല്ലേ ഇവിടെ തന്നിരിക്കുന്നത്. എത്ര പ്രാവശ്യമാണ്? 7 ടൈംസ്. അപ്പോൾ 126നെ 18 കൊണ്ട് ഇവിടെ ചെയ്താൽ അത് 7 ടൈംസ് 18 ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. 7 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 35. ഇപ്പോൾ നമുക്ക് ഡിസ്റ്റൻസും ഇവിടെ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഡിസ്റ്റൻസ് കിട്ടി. എത്രയാണ്? സ്പീഡ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 210 ആണ്, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് 35 മീറ്റർ/സെക്കൻഡ് ആണ്. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയാലോ. 35നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ. 6 5 30 0 3 6 3 18 + 3 21 210 അല്ലേ. 210 കിട്ടിയല്ലോ. എത്ര ടൈംസ് ഉണ്ട്? 6 ടൈംസ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 210നെ 34 കൊണ്ട് ഇവിടെ 6 കിട്ടും. 6 എന്താണ്? ഇതാണ് നമ്മുടെ ചോദ്യം. അതായത്
ആ തീവണ്ടി ഒരു പോസ്റ്റിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6 സെക്കൻഡ് ആയിരിക്കും. ഓക്കേ.